ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളിലൊന്നായ Su-57 ടെക്നോളജി ട്രാൻസ്ഫർ സഹിതം ഇന്ത്യക്ക് നൽകാമെന്ന് റഷ്യ സമ്മതിച്ചു എന്ന വാർത്ത ആവേശകരമാണ്. നമ്മുടെ പ്രധാന ശത്രുരാജ്യമായ ചൈനയ്ക്ക് ഇപ്പോൾ തന്നെ അഞ്ചാം തലമുറ വിമാനമുണ്ടെന്ന് അവകാശവാദമുണ്ട്. പാകിസ്ഥാന്റെ വ്യോമശക്തിയുടെ നട്ടെല്ല് ചൈനയും അമേരിക്കയുമാണ്. ഇങ്ങനെ ഇരുവശത്തും ശക്തരായ ശത്രുരാജ്യങ്ങൾ ഉള്ളപ്പോൾ ഇന്ത്യക്ക് വ്യോമശക്തിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാനാവില്ല. അതുകൊണ്ട് തന്നെ അഞ്ചാം തലമുറ വിമാനങ്ങൾ നമുക്ക് ആവശ്യമല്ല, അത്യാവശ്യമാണ്. നമ്മുടെ സ്വന്തം അഞ്ചാം തലമുറ വിമാനം ആംക അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പണിപ്പുരയിലാണ്. അത് വ്യോമസേനയുടെ ഭാഗമാകാൻ ഇനിയും കുറേ വർഷങ്ങളെടുക്കും. അതിനിടയിൽ വരുന്ന സുരക്ഷാ ഭീഷണികൾ നേരിടാൻ നാം പര്യാപ്തമായിരിക്കണം. അതുകൊണ്ടാണ് റഷ്യയുടെ ഈ ഓഫർ നമുക്ക് നിർണായകമാകുന്നത്. നമുക്കിന്ന് ഈ വിഷയം സംസാരിച്ചാലോ? റെഡിയല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ എല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തണം. 2025 വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് റാങ്കിംഗ് പ്രകാരം ഇന്ത്യൻ എയർഫോഴ്സ് ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള മൂന്നാമത്തെ വ്യോമസേനയാണ്. അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ ഏറ്റവും കരുത്തുള്ള വ്യോമസേന. അപ്പോൾ ചൈനയ്ക്കല്ലേ കൂടുതൽ വിമാനങ്ങളുള്ളത്? സുഹൃത്തുക്കളെ, വിമാനങ്ങളുടെ എണ്ണമല്ല ശക്തിയുടെ മാനദണ്ഡം. ആധുനികവൽക്കരണം, ലോജിസ്റ്റിക്കൽ സപ്പോർട്ട്, ട്രെയിനിങ്, വൈമാനികരുടെ കഴിവ്, ആക്രമിക്കാനും പ്രതിരോധിക്കാനുമുള്ള കഴിവ്, യുദ്ധസജ്ജമായിരിക്കാനുള്ള കഴിവ് അഥവാ കോമ്പാറ്റ് റെഡിനെസ്, ഇതെല്ലാം കണക്കാക്കിയാണ് വ്യോമസേനയുടെ കരുത്ത് തീരുമാനിക്കുന്നത്. 2024 വരെ നാം ചൈനയുടെ പിന്നിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇക്കാര്യത്തിലെല്ലാം ഭാരതം ചൈനയുടെ മുന്നിലെത്തി. ഓപ്പറേഷൻ സിന്ദൂറിൽ വ്യോമസേന നടത്തിയത് ഇന്ന് വരെ ഒരു രാജ്യവും ചെയ്തിട്ടില്ലാത്ത വിധം സൂക്ഷ്മമായ പ്രിസിഷൻഡ് അറ്റാക്ക് ആയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോൾ വ്യോമയുദ്ധത്തിലെ ഒരു പാഠപുസ്തകമാണ്. ഇത്രയും ആധുനികമായ കഴിവുറ്റ ഒരു വ്യോമസേനയ്ക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇല്ല എന്നത് വലിയൊരു കുറവ് തന്നെ. ഇപ്പോൾ അഞ്ചാം തലമുറ വിമാനങ്ങൾ എന്നത് അമേരിക്കൻ വ്യോമസേനയുടെ ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച F-35, റഷ്യൻ വ്യോമസേനയുടെ സുഖോയ് നിർമ്മിച്ച Su-57 എന്നിവ മാത്രമാണ്. ചൈനയുടെ J-35 അഞ്ചാം തലമുറ വിമാനമാണ് എന്നവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എയ്റോസ്പേസ് എക്സ്പെർട്ടുകളുടെ അഭിപ്രായം. അഞ്ചാം തലമുറ വിമാനങ്ങൾ റഡാറുകൾക്ക് അദൃശ്യമായിരിക്കണം എന്നതാണ് പ്രധാനം. റഡാറുകൾക്ക് അദൃശ്യമായിരിക്കുക എന്നാൽ റഡാറുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നേയുള്ളൂ. അതിന് റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കുക എന്നതാണ് ചെയ്യുന്നത്. തുടർച്ചയായി റേഡിയോ തരംഗങ്ങൾ അന്തരീക്ഷത്തിലേക്ക് അയച്ച് അവ ഏതെങ്കിലും സോളിഡ് സർഫസിൽ തട്ടി തിരിച്ചു വരുമ്പോൾ അതെന്തിലാണോ തട്ടിയത് അതിനനുസരിച്ചുള്ള സിഗ്നേച്ചർ അവയിലുണ്ടാകും. ആ സിഗ്നലുകളെ അനലൈസ് ചെയ്താണ് ആ വസ്തു എന്താണ് അവയുടെ വേഗം, സ്ഥാനം, വലിപ്പം ഒക്കെ തീരുമാനിക്കുന്നത്. വസ്തുക്കളുടെ വലിപ്പം കൂടുന്തോറും തിരികെ വരുന്ന സിഗ്നലുകളുടെ ക്വാണ്ടിറ്റിയും കൂടും. ഇങ്ങനെ തട്ടിത്തിരിച്ചു പോകുന്ന റഡാർ സിഗ്നലുകളെ നിയന്ത്രിച്ചാൽ റഡാറിനെ വലിയ ഒരളവോളം കബളിപ്പിക്കാൻ കഴിയും. സിഗ്നലുകളെ വഴിതിരിച്ചു വിടുക, വരുന്ന സിഗ്നലുകളെ അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയലുകൾ കൊണ്ട് വിമാനം നിർമ്മിക്കുക, അതിനനുസരിച്ചുള്ള പെയിൻ്റ് അടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വിമാനത്തിൽ ചെയ്താൽ തട്ടിത്തിരിച്ചു പോകുന്ന സിഗ്നലുകളുടെ ക്വാണ്ടിറ്റി വളരെ കുറയുകയും അത് സ്വീകരിച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഈ വിമാനത്തെ ഒരു പക്ഷിയായോ പ്രാണിയായോ ഒക്കെയായിട്ടായിരിക്കും റഡാർ കണക്കാക്കുക. ഇതൊരു വിമാനമായിരുന്നു എന്ന് റഡാർ തിരിച്ചറിയുമ്പോഴേക്കും പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം അത് അടുത്തെത്തി ആക്രമിച്ചിരിക്കും. അതായത് കരിയിലകൾക്കിടയിലുള്ള ഒരു പാമ്പിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമോ? പച്ചിലകൾക്ക് നടുവിൽ നിറം മാറിയിരിക്കുന്ന ഒരു ഓന്തിനെ തിരിച്ചറിയാൻ പ്രയാസമല്ലേ? ഇരട്ടത്ത് വരുന്ന ഒരു കരിമ്പൂച്ചയെ കാണാൻ കഴിയുമോ? എന്തുകൊണ്ടാണ്? സ്വീകരിക്കുന്ന ലൈറ്റ് സിഗ്നലുകളിൽ നിന്ന് ഇവയെ വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. പറയുമ്പോൾ ഇത് വളരെ ലളിതമാണ്, എന്നാൽ പ്രായോഗികമായി ഒരു വിമാനത്തിൽ ഇത് ചെയ്യുക എന്നത് വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ള വിമാനത്തിൻ്റെ ആകൃതി പോലും വ്യത്യസ്തമാണ്. സിഗ്നലുകളെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഷാർപ്പ് എഡ്ജുകൾ തീരെ പാടില്ല. സാധാരണഗതിയിൽ മിസൈലുകൾ, ബോംബുകൾ എല്ലാം വിമാനത്തിൻ്റെ ചിറകിനടിയിലാണ് ഉറപ്പിക്കുക. എന്നാൽ കൂർത്ത അഗ്രമുള്ള ബോംബുകളും മിസൈലുകളുമൊക്കെ റഡാർ സിഗ്നലുകളെ നന്നായി റിഫ്ലക്റ്റ് ചെയ്യും.
അതുകൊണ്ട് ഇങ്ങനെയുള്ള വിമാനങ്ങളിൽ ഇവയൊന്നും പുറത്തുണ്ടാകാൻ പാടില്ല. മറ്റൊന്ന് വിമാനത്തിൻ്റെ എഞ്ചിനാണ്. പറക്കുമ്പോൾ 1600 ഡിഗ്രിയോളം ചൂടാകുന്ന എഞ്ചിൻ നോസിൽ റഡാർ സിഗ്നലുകളെ റിഫ്ലക്റ്റ് ചെയ്യും എന്നത് കൂടാതെ വലിയ തോതിൽ ഹീറ്റ് സിഗ്നലുകളും ഉണ്ടാക്കും. ഇത് വിമാനത്തെ കണ്ടെത്താൻ ഏറെ സഹായിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിമാനത്തിൻ്റെ എയറോബിക് കഴിവുകൾ, അതായത് വായുവിലൂടെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ പോകാനുള്ള മാനോവറിംഗ് ശേഷി, വേഗത, എയറോഡൈനാമിക് കേപ്പബിലിറ്റി എന്നിവയിലൊക്കെ പ്രശ്നമുണ്ടാകും. ഇതൊന്നും കോംപ്രമൈസ് ചെയ്യാതെ എന്നാൽ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി അഥവാ റഡാറിനെ കബളിപ്പിക്കാനുള്ള കഴിവ് നേടുക എന്നതാണ് വെല്ലുവിളി. അതായത് സുഹൃത്തുക്കളെ, ഒരു 5ാം തലമുറ യുദ്ധവിമാനം എന്നത് 4ാം തലമുറ വിമാനത്തിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് ടെക്നോളജി അല്ല. പകരം അടിമുടി ഒരു പുതിയ ടെക്നോളജിയാണ്. അതിൻ്റെ നട്ടും ബോൾട്ടും മുതൽ എഞ്ചിനും ഫ്യൂസലേജും ചിറകുകളും ഇന്ധന ടാങ്കും എല്ലാം പൂർണ്ണമായും വ്യത്യാസമുള്ളതാണ്. അതുതന്നെയാണ് ഇതിൻ്റെ സങ്കീർണതയും. ഇതെല്ലാം സാധിച്ചുകൊണ്ട് ഈ മേഖലയിൽ പൂർണ്ണ വിജയം നേടിയ 2 രാജ്യങ്ങളാണ് അമേരിക്കയും റഷ്യയും. അമേരിക്കയിലെ F-35, F-22 റാപ്റ്റർ എന്നിവ നിർമ്മിച്ച ലോക്ക്ഹീഡ് മാർട്ടിൻ, B-2 സ്പിരിറ്റ് നിർമ്മിച്ച നോർത്രോപ്പ് ഗ്രൂമൻ, Su-57 നിർമ്മിച്ച റഷ്യയിലെ സുഖോയ് എന്നീ കമ്പനികളാണ് ഇപ്പോൾ സ്റ്റെൽത്ത് വിമാനങ്ങൾ നിർമ്മിക്കുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിഫൻസ് പർച്ചേസ് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. സൈന്യത്തിൻ്റെ ആധുനികവൽക്കരണത്തിന് വേണ്ടി എത്ര വേണമെങ്കിൽ മുടക്കാൻ ഇന്ത്യക്ക് ഒരു മടിയുമില്ല. മാത്രവുമല്ല, ഡിഫൻസ് പർച്ചേസിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഏറ്റവും മികച്ച ഒരു പേ മാസ്റ്ററാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യയുമായി ഡിഫൻസ് ഡീൽ നടത്താൻ കമ്പനികൾക്കിടയിൽ വലിയ മത്സരമാണ് നടക്കുന്നത്. ഒരു കമ്പനി രക്ഷപ്പെടാൻ ഇന്ത്യയുടെ ഒരൊറ്റ ഓർഡർ മതി. ഈ അഡ്വാൻറ്റേജ് എല്ലാം ഉപയോഗിച്ച് ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഏത് ലെവൽ വരെ പോകാനും അവർ തയ്യാറുമാണ്. ഒരു സമയത്ത് ഏറ്റവും അഴിമതി നടന്നിരുന്ന ഒരു രംഗമാണ് നമ്മുടെ ഡിഫൻസ് പർച്ചേസ്. ഏജൻറ്റുമാരും പിണിയാളുകളും ഡൽഹിയിൽ താവളമടിച്ച് നടത്തിയ ശതകോടികളുടെ അനേകം അഴിമതി നിറഞ്ഞ കച്ചവടത്തിൻ്റെ കഥകൾ ഒരുപാടുണ്ട്. എന്നാൽ ഈ ഇടനിലക്കാരെ എല്ലാം ഒഴിവാക്കി സർക്കാരുകൾ തമ്മിൽ നേരിട്ടാണ് ഇപ്പോൾ ഡീലുകൾ ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നെഗോഷിയേറ്റിംഗ് പവർ ഒരുപാട് കൂടുതലാണ്. ഇന്ത്യക്ക് 5ാം തലമുറ വിമാനങ്ങൾ അത്യാവശ്യമാണ് എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ഓർഡറിനു വേണ്ടി അമേരിക്കയും റഷ്യയും മത്സരിക്കുന്നുണ്ട്. നാറ്റോ സഖ്യരാജ്യങ്ങൾക്കല്ലാതെ മറ്റാർക്കും കൊടുത്തിട്ടില്ലാത്ത F-35 അമേരിക്ക ഇന്ത്യക്ക് ഓഫർ ചെയ്തിരുന്നു. പക്ഷേ ഇന്ത്യ ഈ ഓഫറിന് തണുത്ത പ്രതികരണമാണ് നൽകിയത്. F-35 മികച്ച വിമാനമാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ ഇടപാട് നടത്തേണ്ടത് അമേരിക്കയുമായിട്ടാണ്. നാം അന്യായ വില കൊടുത്ത് വാങ്ങുന്ന വിമാനത്തിൽ നമുക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടാവില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ആയുധങ്ങൾ അതിൽ ഘടിപ്പിക്കാൻ പറ്റില്ല. എന്തിന് ഒരു സ്ക്രൂ മാറ്റിയിടണമെങ്കിൽ പോലും കമ്പനിയുടെ ആൾക്കാർ വരണം എന്ന അവസ്ഥ ഇന്ത്യക്കൊരിക്കലും സ്വീകരിക്കാൻ കഴിയില്ലല്ലോ. 2010 റഷ്യയിലെ സുഖോയ് കമ്പനി 5ാം തലമുറ യുദ്ധവിമാനമായ Su-57 വികസനം ആരംഭിക്കുന്നത്. ഈ വികസനത്തിൽ അവർ ഇന്ത്യയെയും പങ്കാളിയാക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഇന്ത്യയും Su-57 പദ്ധതിയിൽ അംഗമായി. Su-30 വിമാനങ്ങളുടെ വലിയൊരു ഫ്ലീറ്റ് നമ്മുടെ വ്യോമസേനയ്ക്കുണ്ട്. ഈ വിമാനങ്ങൾ ലൈസൻസോടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുമുണ്ട്. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ച ബ്രഹ്മോസ് മിസൈലിൻ്റെ ചരിത്രമുണ്ട്. സുഖോയ് പ്ലാറ്റ്ഫോമിൽ ഇന്ത്യക്ക് നല്ല പരിചയമുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ പദ്ധതിയിൽ ഇന്ത്യക്ക് വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ പ്രധാനപ്പെട്ട ടെക്നോളജികൾ കൈമാറാൻ അവർ തയ്യാറായിരുന്നില്ല. 2014 ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി തുടങ്ങിയപ്പോൾ നാം വാങ്ങുന്ന ഏത് ഡിഫൻസ് പ്രോഡക്റ്റും ഇന്ത്യയിൽ നിർമ്മിക്കണം എന്നൊരു നിബന്ധന വെച്ചു. എന്നാൽ അതിനും അവർ തയ്യാറായില്ല. അതുമാത്രമല്ല, ഇരട്ട എഞ്ചിനുള്ള വിമാനത്തിൻ്റെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി വളരെ കുറവായിരുന്നു. ചുരുക്കത്തിൽ നമ്മുടെ എഞ്ചിനീയർമാർ റഷ്യയ്ക്ക് വേണ്ടി പണിയെടുത്ത് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്ത ഒരു ഇൻഫീരിയർ സ്റ്റെൽത്ത് വിമാനം വാങ്ങാൻ രാജ്യം നിർബന്ധിതമാകുന്ന അവസ്ഥ. നമുക്കത് സ്വീകാര്യമല്ലായിരുന്നു. റഷ്യയോട് സ്വന്തമായി ഡെവലപ്പ് ചെയ്തോളൂ, സമയമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിമാനം വാങ്ങുന്ന കാര്യം ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം, ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ 5ാം തലമുറ വിമാനം വികസിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യ കരാറിൽ നിന്ന് പിൻവാങ്ങി. നമ്മുടെ 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ ആംക, അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, അതിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയുടെ ആശങ്കകൾ സത്യമായിരുന്നു.
F-35 താരതമ്യം ചെയ്താൽ റേഞ്ചിലും ആയുധവാഹക ശേഷിയിലും Su-57 മുന്നിലായിരുന്നു. എങ്കിലും സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയിൽ ഒരുപാട് പിന്നിലായിരുന്നു. ഇതിനിടയിൽ ഉക്രൈൻ യുദ്ധം വന്നു. റഷ്യയ്ക്ക് മേൽ ഉപരോധങ്ങൾ വന്നു. എക്കാലത്തും റഷ്യയുടെ ട്രസ്റ്റഡ് ഡിഫൻസ് പാർട്ണറായ ഇന്ത്യയുടെ ഓർഡറുകൾ അവർക്ക് നിർണായകമായി. ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് കഴിവുകൾ മനസ്സിലാക്കിയ റഷ്യ അവർ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സിസ്റ്റം S-400 ടെക്നോളജി ട്രാൻസ്ഫറോടെ വിൽക്കാൻ തയ്യാറായി. അതും കൂടാതെ ഇന്ത്യക്ക് അനുയോജ്യമായ രീതി കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ വരുത്താനും അനുവദിക്കപ്പെട്ടു. ഇക്കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിലെ താരങ്ങൾ ബ്രഹ്മോസ് മിസൈലും S-400 സിസ്റ്റവുമായിരുന്നു. അവയുടെ ശേഷിയും കൃത്യതയുമായിരുന്നു ഐതിഹാസികമായ ആ സൈനിക നടപടിയുടെ നട്ടെല്ല്. പാകിസ്ഥാനിലെ ആക്രമണ ലക്ഷ്യങ്ങൾ ഒറ്റ സിവിലിയൻ കാഷ്വാലിറ്റിയും ഇല്ലാതെ അതീവ കൃത്യതയോടെയാണ് ബ്രഹ്മോസ് ചെയ്തത്. അതുപോലെ ഇന്ത്യയിലേക്ക് വന്ന മിസൈലുകളെയും ഡ്രോണുകളെയും തകർത്തതും അതീവ സൂക്ഷ്മതയോടെയായിരുന്നു. റഷ്യയ്ക്ക് പോലും S-400 ഇത്ര മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ അവർക്ക് അനേകം S-400കൾ നഷ്ടമായിരുന്നു. നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തി നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റവുമായി പെർഫെക്റ്റായി ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോഴാണ് ഇവൻ്റെ കഴിവ് 10 മടങ്ങ് കൂടിയത്. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഇന്ത്യയിൽ നിർമ്മിച്ച S-400കൾക്കും ബ്രഹ്മോസ് മിസൈലുകൾക്കും വേണ്ടിയുള്ള അന്വേഷണമാണ് ലോക മാർക്കറ്റിൽ നടക്കുന്നത്. 2016 ഇന്ത്യ പിൻവാങ്ങിയതിനെ തുടർന്ന് സുഖോയ് ഇന്ത്യ ഉന്നയിച്ച ആശങ്കകൾ പരിഗണിച്ച് Su-57 ഏവിയോണിക്സിലും എഞ്ചിനിലും കാതലായ മാറ്റങ്ങൾ വരുത്തി. ആദ്യമുണ്ടായിരുന്ന AL-41F1 എന്ന എഞ്ചിനായിരുന്നു. ഒരു 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനത്തിൻ്റെ എഞ്ചിൻ നോസിൽ പുറത്തേക്ക് കാണില്ല. എന്നാൽ ഈ എഞ്ചിൻ സാധാരണ ഫൈറ്ററുകളിലേതുപോലെ പുറത്തേക്ക് നോസിലുകൾ ഉള്ളതായതിനാൽ തന്നെ റഡാർ ക്രോസ് സെക്ഷൻ വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയും കുറവായിരുന്നു. ഇപ്പോൾ എഞ്ചിൻ AL-51F1ലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. ഈ എഞ്ചിനിൽ നോസിലുകൾ, അതായത് ആ പ്രധാന നോസിലുകൾ പുറത്തേക്ക് കാണില്ല. അങ്ങനെ റഡാർ ക്രോസ് സെക്ഷൻ ഗണ്യമായി കുറഞ്ഞു. അതുപോലെ ചിറകുകളിലും മറ്റ് ഏവിയോണിക്സിലും മാറ്റം വരുത്തിയതോടെ Su-57 ഒരു മികച്ച ലോകോത്തര 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനമായി മാറി. ഈ വിമാനമാണ് നിങ്ങളെടുത്തോ, എന്തു വേണമെങ്കിൽ ചെയ്തോ, ഞങ്ങൾ എല്ലാ ടെക്നോളജിയും സോഴ്സ് കോഡും തരാം, നിങ്ങൾക്കിഷ്ടമുള്ള ആയുധങ്ങളോ റഡാറോ ഫിറ്റ് ചെയ്തോളൂ, ഇതെല്ലാം ഏറ്റവും വില കുറച്ചും തരാം, നിങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾ ഉപയോഗിച്ച്, നിങ്ങൾ വിറ്റുകൊള്ളൂ, ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഷെയർ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിരുപാധികമായ ഒരു കരാറിന് റഷ്യ തയ്യാറായിരിക്കുന്നത്. അവർക്ക് ഈ ബിസിനസ് പ്രധാനമാണ് എന്നത് കൂടാതെ ഡിഫൻസ് ടെക്നോളജിയിൽ ഇന്ത്യയുടെ കഴിവ് ലോകോത്തരമാണ് എന്ന തിരിച്ചറിവ് കൂടിയാണ് ഈ ഓഫറിന് പിന്നിലുള്ളത്. ഇതിലൂടെ ഇന്ത്യക്ക് ലഭിക്കുന്ന പ്രയോജനം വളരെ വലുതാണ്. ഏകപക്ഷീയമായ ഉപാധികളില്ലാതെ ഒരു ലോകോത്തരമായ 5ാം തലമുറ വിമാനം നമുക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നു എന്നതാണത്. കൂടാതെ വികസനത്തിലിരിക്കുന്ന നമ്മുടെ സ്വന്തം ആങ്ക പ്രോജക്റ്റിലേക്ക് ആവശ്യമായ ടെക്നോളജികൾ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം 5ാം തലമുറ വിമാനം വിചാരിച്ചതിലും നേരത്തെ പുറത്തിറക്കാൻ കഴിയും. എന്തായാലും ഇന്ത്യയുടെ വ്യോമശേഷിയിൽ ലോകത്തിലൊരു സംശയവുമില്ല. നമുക്കും അഭിമാനിക്കാം. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.